സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ? ചൂടാണെങ്കിൽ ജോമിസച്ചൻ തുടങ്ങിയ പോലെ ചൂടാണെങ്കിൽ സുഖമല്ലേ? അല്ലെ, നമ്മൾ ഉയർത്തുന്നിരിക്കുമ്പോഴാണോ സുഖമാണോ എന്ന് ചോദിക്കുന്നത്. നമുക്ക് കർത്താവ് ഇന്ന് വളരെ നമ്മുടെ ജീവിതത്തെ, ആത്മീയ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിന്റെ കൃപയിൽ നമ്മൾ യഥാർത്ഥമായ ഒരു വഴിയിലേക്ക് നയിക്കാൻ വളരെ കൃത്യമായിട്ടുള്ള സൂചന നൽകുന്ന വചനമാണ് നമ്മൾ വായിച്ചത്. നമ്മൾ ബന്ധവട്ടത്തിലെ 18ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ കടന്നിരിക്കാം. ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞു, ഇന്നത്തെ സുവിശേഷം വിശുദ്ധ കുർബാന തന്നെയാണ് കേട്ടോ. വിശുദ്ധ കുർബാനയുടെ മുന്നാസനം, പ്രീഫിഗറേഷൻ ഓഫ് ദ യൂക്കറിസ്റ്റ് എന്നാണ് സുവിശേഷ പണ്ഡിതന്മാർ, ബൈബിൾ പണ്ഡിതന്മാർ ഈ വചന ഭാഗത്തെ വിശേഷിപ്പിക്കാൻ. ഞാൻ കുർബാനയുടെ ആരംഭത്തിൽ പറയാൻ ഉദ്ദേശിച്ച മനസ്സിലേക്ക് വന്ന ഒരു സംഭവം, ഞാൻ ഈ അച്ഛനായിട്ട് 9 വർഷമാകാൻ പോകുന്നു. അടുത്ത ജനുവരിയാണ്. ഞാൻ പുത്തൻ കുർബാനയ്ക്ക് മുമ്പ് ചെയ്ത കാര്യം, എൻ്റെ ഇടവപ്പള്ളിയിൽ വികാരിച്ചന്മാരായിട്ടിരുന്ന രോഗികളായി അല്ലെങ്കിൽ പ്രായമായിട്ട് ക്രിസ്റ്റോമിലൊക്കെ കഴിയുന്ന അച്ഛന്മാരെ പോയിട്ട് കാണാൻ പോയി. അച്ഛനാകുന്നതിന് മുമ്പ് ഡീക്കനായിരുന്നപ്പോൾ ധ്യാനം കൂടാൻ പോയത് സഹ്യോൻ ധ്യാനകേന്ദ്രത്തിലാണ്. സഹ്യോൻ ധ്യാനകേന്ദ്രത്തിൽ ഇങ്ങനെ പോയ സമയത്ത് നമ്മൾ ഡീക്കന്മാരുടെ മാത്രം ധ്യാനമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞു, നിങ്ങൾ ശ്രേഷ്ഠമായിട്ടുള്ള ദാനങ്ങൾക്ക് വേണ്ടിയിട്ട് അഭിലഷിക്കണം. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ചില ഡീക്കന്മാർ ഞങ്ങൾ അച്ഛന്മാരതിനു ശേഷം രോഗശാന്തി കൊടുക്കണോ അച്ഛന്മാരാണ്, അല്ലെങ്കിൽ വചന പ്രഘോഷണം, രോഗശാന്തി, അങ്ങനെ ചെറിയ കാര്യങ്ങളൊന്നുമില്ലെങ്കിൽ പിന്നെ അച്ഛന്മാരാർക്കും വേണ്ട. അപ്പൊ ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കണം, കുറെ പേര് പ്രാർത്ഥിക്കണം, കർത്താവ് ഈ കൃപയൊക്കെ തരണം, അല്ലെങ്കിൽ ചുമ്മാ ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെയൊക്കെ വലിയ വലിയ സംഭവങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ ഒരു മാലാഖയ്ക്ക് അടുത്ത വിശുദ്ധേക്ക് ഉണ്ട് കേട്ടോ അന്ന്, കർത്താവിനറിയാം. അപ്പൊ അന്നേരത്തേക്ക് അങ്ങനെയുള്ള ഒരുക്കമാണ്. അപ്പൊ ഞാൻ ഈ ധ്യാനമെല്ലാം കഴിഞ്ഞ് അച്ഛന്മാരെ ക്ഷണിക്കാൻ വേണ്ടി പോവാ, പ്രാർത്ഥന ചോദിക്കാനൊക്കെ വേണ്ടിയിട്ട് പോവാണ്. ഞാനൊരു വല്യച്ഛനെ കണ്ട സമയത്ത് വല്യച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഇന്ന പോലെയൊക്കെയുള്ള അച്ഛനാവണമെന്നാണ് ആഗ്രഹം. അച്ഛന്റെ അഭിപ്രായത്തിൽ ഞാൻ എന്ത് പ്രാർത്ഥിക്കണം? അതായത് മെത്രാൻ തലയിൽ കൈവപ്പ് തരുന്ന സമയത്ത് പ്രാർത്ഥിച്ച് ഞാൻ അഭിഷേകത്തെ കുറിച്ച് പറഞ്ഞല്ലോ. അഭിഷേകത്തെ കുറിച്ച് എന്നാ പറഞ്ഞ, അഭിഷേകം പോവോ, സോപ്പിട്ട് കഴിക്കാൻ പോവോ, അഭിഷേകമാണെങ്കിൽ അത് അവിടെ ഇരിക്കും, അത് അങ്ങനെ നിൽക്കുന്നില്ല. അപ്പൊ അത് ഉറപ്പിച്ചു തരുന്ന സാധനം. അപ്പൊ അന്നേരത്തേക്ക് ഏത് ഗിഫ്റ്റിന് വേണ്ടിയിട്ടാണ് ചോദിക്കേണ്ടതെന്ന് ഞാൻ ഈ അച്ഛനോട് ചോദിക്കും. ജോസഫ് ചക്കത്ത് എന്ന അച്ഛന് വരും. അച്ഛൻ ഇന്ന് ജീവനോടെ ഉണ്ടെന്ന് എൻ്റെ വിചാരം. അന്ന് തന്നെ അച്ഛനൊരു 82 വയസ്സ് പ്രായം, ഇന്നിപ്പോ 90ന്റെ മുകളിൽ, 90-നടുത്ത് പ്രായമായിട്ടുണ്ട്. അച്ഛൻ എന്നോട് ചോദിച്ചു, ചോദ്യം ഇതാണ്, രാജ്യം വേണോ രാജാവിനെ വേണോ? ഇപ്പൊ മറ്റേ ചോദ്യം പോലെ, രാജ്യം വേണോ രാജാവിനെ വേണോ? അപ്പൊ ഞാനിങ്ങനെ എനിക്കൊന്നും മനസ്സിലായില്ല. അച്ഛനോട് പയറത്ര വലിയ മുന്നാരെന്ന് പറഞ്ഞു, രാജ്യം വേണോ രാജാവിനെ വേണോ? ഞാൻ അച്ഛൻ തന്നെ മനസ്സിലാകണില്ല. അച്ഛനിങ്ങനെ കുറച്ച് പറഞ്ഞു, അതായത് നീ ചോദിക്കുവാണ് കർത്താവ് വചന പ്രഘോഷണം വരം തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ വചന പ്രഘോഷണത്തിനുള്ള വരം കർത്താവ്, ബാക്കിയുള്ള വരങ്ങളോ ബാക്കിയുള്ള കർത്താവ് ഇതൊന്നും മാത്രമല്ല, കർത്താവിന്റെ വചന പ്രഘോഷണം മാത്രമല്ല, വചനമൊന്നും പറയാതെ അല്ലെങ്കിൽ അൽത്താരെ കയറി പ്രസംഗിക്കാതെ ശക്തമായിട്ട് കർത്താവിന്റെ വചനം ജീവിക്കുന്നവരുണ്ട്. അപ്പോ കർത്താവിന്റെ വരങ്ങളൊക്കെ വ്യത്യസ്തമാണ്. അതാണ് ചോദിച്ചത്. കർത്താവിന്റെ രാജ്യത്തിന്റെ ഒരു അംശം മാത്രമേ ഉള്ളൂ എന്ത്, ഒരു വരം. ഇതുപോലെ കർത്താവിന് ഒത്തിരി കർത്താവിന്റെ കയ്യിൽ ഒത്തിരി കൃപകളുണ്ട് നമുക്ക് തരാൻ വേണ്ടി. അപ്പൊ അച്ഛൻ എന്നോട് ചോദിക്കുകയാണ്, രാജ്യം വേണോ രാജാവിനെ വേണോ? നീ രാജാവിനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? രാജ്യം മുഴുവനും കിട്ടും. അപ്പൊ രാജ്യം മാത്രം ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ കാര്യമില്ല. എന്താ എന്നോട് പറഞ്ഞ പഠിപ്പിച്ച കാര്യങ്ങളാണ്, പരിശുദ്ധാത്മാവിനെ ചോദിക്കാം. പരിശുദ്ധാത്മാവിനെ നമ്മൾ വേറെ ഒന്നും ചോദിക്കണ്ട. അതുകൊണ്ടാണ് പറയുന്നത്, ഈശോയെ ജോലി ശരിയാക്കി തരണേ, കുടുംബത്തിൽ ഈ പ്രശ്നം മാറണേ. നമ്മളത് ചോദിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ ചില പ്രശ്നങ്ങൾ അടുക്കടുക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മള് യഥാർത്ഥമായതിനു വേണ്ടിയിട്ട് നമ്മൾ ചോദിച്ചിട്ടില്ല. അതാണ് പ്രശ്നം. അതാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് നമ്മളെ പറയുകയാണ്, നമ്മൾ ചോദിക്കേണ്ടത് ചോദിക്കണം, അല്ലാത്ത ചോദിക്കാൻ പോകരുത്. അതല്ല നമുക്ക് വേണ്ടത്. നമ്മൾ ഇത് ശരിയായി കഴിഞ്ഞാൽ ഓക്കെ നിർത്തിയേക്കാം, ഇല്ല. നമ്മൾ ചോദിക്കേണ്ടത് ഈശോയെ മാത്രം ചോദിച്ചാൽ മതി, ബാക്കി കൂട്ടിച്ചേർത്ത് തരും. അത് ഏത് സമയത്ത് എങ്ങനെ വേണമെന്നുള്ളത് ഈശോ തരും. അതുകൊണ്ട് ഞാൻ അച്ഛനായതിനു ശേഷം ഒരു 2 വർഷം അതിനെ ശുശ്രൂഷ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് മിഷനിലായിരുന്നു, നോർത്തില്. അവിടെ പോയിട്ട് ഒന്നുമില്ലായിരുന്നു. അവിടെ ജോലി ചെയ്യേണ്ടിയിരുന്നത് ഈ പാവപ്പെട്ടവരുടെ ഇടയ്ക്ക് അവരെ പോലെയായിട്ട് ജോലി ചെയ്യണമായിരുന്നു. അത് കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ച് ഇവിടെ വന്നു.
ഇവിടെ വന്നപ്പോൾ പഠനമായിരുന്നു. വേറെ അതാണ് ശുശ്രൂഷകളുടെ വൈവിധ്യത്തിലേക്ക് പരിശുദ്ധാത്മാവുണ്ടോ? അതാണ്. ഹല്ലേലൂയ. നമ്മൾ ചോദിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഈശോയെ സ്നേഹിക്കാനുള്ള കൃപ മാത്രം ചോദിച്ചാൽ മതി. ഈശോയെ സ്നേഹിക്കുക മാത്രം ചെയ്താൽ മതി. ബാക്കിയെല്ലാം കുഴപ്പമോ.